സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 63 1-ാം തിരുവചനം. ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ അങ്ങയെ അന്വേഷിക്കും. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം അങ്ങേയ്ക്കായി കാക്ഷിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 63-ാം സങ്കീർത്തനത്തിൽ ഒരു ഭക്തൻ ദൈവത്തിനായി കാക്ഷിക്കുകയാണ്. ദൈവത്തിനു വേണ്ടി തൻ്റെ ആത്മാവിൻ്റെ ദാഹം പ്രദർശിപ്പിക്കുകയാണ്. നമുക്കെല്ലാം വിശപ്പും ദാഹവും ഉണ്ടാകാറുണ്ട്. സന്തോഷം അനുഭവിക്കുവാനുള്ള, സമാധാനം അനുഭവിക്കുവാനുള്ള, സുഖം അനുഭവിക്കുവാനുള്ള ദേഹിയുടെ വിശപ്പും ദാഹവും ഇത് സ്വാഭാവികമാണ്. എന്നാൽ ഒരു പടി കടന്ന് ദൈവത്തിനായി നമ്മുടെ ആത്മാവിന് ഒരു വിശപ്പുണ്ടോ, ഒരു ദാഹമുണ്ടോ? 42-ാം സങ്കീർത്തനത്തിൽ ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്നാണ്. ദൈവത്തിനായിട്ടുള്ള ഒരു ദാഹം, ദൈവത്തിനായിട്ടുള്ള ഒരു വിശപ്പ്, ഇതിനെ ആത്മീയ വിശപ്പെന്നോ ആത്മീയ ദാഹമെന്നോ ഒക്കെ പറയാം. ഇത് നമ്മെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നടക്കുമാറാക്കും. ദൈവത്തോട് പറ്റിച്ചേർന്ന് നടക്കുക ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തോട് പറ്റിച്ചേർന്ന് നടന്ന ചിലരെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്. നോഹ ദൈവത്തോട് കൂടെ നടന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ദാവീദും ദൈവത്തോട് കൂടെ നടന്നുവെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റു ചിലരെക്കുറിച്ചും അപ്രകാരം നമുക്ക് കാണാം. ദൈവത്തോടൊപ്പം നടക്കുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചവർ. അവർ ദൈവത്തിൻ്റെ സ്നേഹിതരായി തീർന്നു, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായി തീർന്നു, ദൈവത്തിൻ്റെ പ്രിയരും ദൈവം സ്നേഹിക്കുന്നവരുമായി തീർന്നു. നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ വിശപ്പും ദാഹവുമുള്ളവരായി തീരണമെന്നാണ്. അങ്ങനെയായാൽ നാം ദൈവത്തോട് പറ്റിച്ചേർന്ന് നടക്കുവാൻ നാം നമ്മെ സമർപ്പിക്കും. അതിലൂടെ നാം ദൈവിക നന്മകൾ പ്രാപിക്കും. ദൈവത്തിൽ നിന്നും അകന്ന് നടക്കുക എന്നുള്ളത് നഷ്ടത്തിൻ്റെ, അതുപോലെ നാശത്തിൻ്റെ പാതയാണ്. അതിൻ്റെ അനന്തരഫലങ്ങൾ നാം ഇന്ന് ഓരോ ദിവസവും വിവിധ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ, ദൈവവചനവുമായി അഥവാ ദൈവവചനം അനുസരിക്കാതെ, ദൈവത്തെ ഭയപ്പെടാതെ, ദൈവഭക്തി വെടിഞ്ഞ് തങ്ങളുടെ ഹൃദയ അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവർ നശിച്ചു പോകുന്നത് നിരന്തരം നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ വായിച്ചു കേട്ട വചനത്തിൻ്റെ പ്രസക്തി കാണുവാൻ കഴിയുക. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ തേടി അതിനായിട്ടുള്ള വിശപ്പോടെ ദാഹത്തോടെ പരക്കം പായുന്നവർ
അവരുടെ ജീവിതങ്ങളെ നശിപ്പിക്കുകയാണ്. മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചുകൊണ്ട് അധികാലത്ത് തന്നെ ദൈവത്തെ അന്വേഷിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ സമർപ്പിതരും അനുഗ്രഹീതരായിത്തീരുന്നു. ആമേൻ.